ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതും വികസന കാര്യങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചതും പ്രശംസാർഹമാണെന്ന് സൗദി മന്ത്രിസഭ. ചൊവ്വാഴ്ച ജിദ്ദയിൽ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വികസന പാതകളിൽ യുവതി-യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ വിപണിയിൽ തദ്ദേശീയരുടെ എണ്ണം കൂട്ടുന്നതിനും തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനും വിവിധ വകുപ്പുകൾ നടത്തിയ ശ്രമങ്ങളെ പ്രശംസിച്ചത്. വിഷൻ 2030 മുന്നോട്ട് വച്ച ലക്ഷ്യത്തിലേക്ക് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞെന്ന് യോഗം വിലയിരുത്തി. 7% നിശ്ചയിച്ച പരിധി. അതിലേക്ക് വളരെ വേഗം എത്താൻ സാധിച്ചു. തദ്ദേശീയരായ പൗരന്മാരുടെ എണ്ണവും വർദ്ധിച്ചു. രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം നല്ല നിലയിൽ ഉയർന്നിട്ടുണ്ട്. മുന്നോട്ട് വച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടിനനുസൃതമാണ് ഈ വളർച്ചാ സൂചികയെന്നും വിലയിരുത്തലുണ്ടായി. സൗദിയും മറ്റ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിൽ സൗഹൃദ ബന്ധത്തിന്റെ ചട്ടക്കൂടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെയും യോഗങ്ങളുടെയും ഉള്ളടക്കത്തെക്കുറിച്ചും മന്ത്രിസഭ ചർച്ച ചെയ്തു. പ്രാദേശിക അന്തർദേശീയ രംഗങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും മന്ത്രിസഭ വിലയിരുത്തി. ഗാസയിലും ചുറ്റുപാടുകളിലും ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനും ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഫലസ്തീൻ ജനതയെ പ്രാപ്തരാക്കുന്നതിനും ശക്തമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന 4 എയർബസ് വിമാനങ്ങൾ വാങ്ങാൻ സൗദി പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പിട്ടു. റോയൽ സൗദി എയർഫോഴ്സിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനിയുമായി പ്രതിരോധ മന്ത്രാലയത്തിലെ എക്സിക്യൂട്ടീവ് അഫയേഴ്സ് പ്രതിരോധ മന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ ഹുസൈൽ അൽ ബിയാരിയും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് സിഇഒ ജിൻബ്രൈഡ് ഡുമോണ്ടിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിലൂടെ ആകാശത്തു നിന്നും വിമാനം ഇന്ധനം നിറക്കൽ, ദീർഘദൂര ഗതാഗതം, ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ റോയൽ സൗദി എയർഫോഴ്സിന്റെ പ്രവർത്തനശേഷി ഉയർത്താൻ ലക്ഷ്യമിടുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം എക്സിക്യൂട്ടീവ് അഫയേഴ്സ് പ്രതിരോധ മന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധശേഷി വികസിപ്പിക്കുന്നതിലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേടായ 300 കിലോ ഇറച്ചി ജിദ്ദയിൽ പിടികൂടി. ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ ഫീൽഡ് സൂപ്പർവൈസറി ടീം റുവൈസിൽ ഒരു വാഹനത്തിൽ നിന്നാണ് ഇത്രയും ഇറച്ചി പിടികൂടിയത്. മാംസം ആരോഗ്യപരമായ നിബന്ധനകൾ പാലിക്കാതെ ചെറിയ പാത്രങ്ങളിൽ പാക്ക് ചെയ്ത് ഹായിൽ റോഡിലെ ഒരു കടയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിടിച്ചെടുത്ത സാധനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി സംഘം ഉടൻ നശിപ്പിച്ചു. നിരീക്ഷണത്തിനിടെ അനധികൃത ബസ്തകളിലും ഉന്തുവണ്ടികളിലും വിൽപ്പനയ്ക്ക് വെച്ച 3.3 ടൺ പച്ചക്കറികളും പഴങ്ങളും മുനിസിപ്പാലിറ്റി ടീം കണ്ടുകെട്ടി. അനധികൃത കച്ചവടം തടയുന്നതിനും ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള മുനിസിപ്പാലിറ്റി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് പരിശോധന. അടുത്ത ഹജ്ജിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി മക്കയിൽ തീർത്ഥാടകരെ താമസിപ്പിക്കാൻ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി മക്ക പിൽഗ്രിംസ് ഹൗസിംഗ് കമ്മിറ്റി വ്യക്തമാക്കി. കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നേടാനോ പുതുക്കാനോ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരോടും അംഗീകൃത കൺസൾട്ടിംഗ് ഏജന്റിംഗ് ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാനും കമ്മിറ്റി ആഹ്വാനം ചെയ്തു. തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് വീട് വാടകയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ഭവന പെർമിറ്റുകൾ നൽകുന്നതിന് കൃത്യതയിലും വേഗത്തിലും പ്രവർത്തിക്കുന്നതിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. മുനിസിപ്പാലിറ്റി അംഗീകരിച്ച യോഗ്യതയുള്ള കൺസൾട്ടിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസുകൾ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു. അപേക്ഷകൾ അടുത്ത റജബ് മാസം അവസാനം വരെ സ്വീകരിക്കും. പെർമിറ്റ് നൽകുന്നതിനുള്ള അവസാന തീയതി ഷാബാൻ അവസാനമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബർക്ക വിലായത്തിലെ ഖസായിൻ ഇക്കണോമിക് സിറ്റിയിൽ പരീക്ഷണാർത്ഥത്തിൽ പ്രവർത്തനമാരംഭിച്ച സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ പ്രധാന പങ്കാളികളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൂടിക്കാഴ്ച നടത്തി. വിവിധ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം വളർത്താനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. വിതരണക്കാർ, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മൊത്ത വ്യാപാര ഡീലർമാർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു യോഗം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കൺസ്യൂമർ സർവീസസ് ആൻഡ് മാർക്കറ്റ് സർവൈലൻസ് ഡയറക്ടർ ജനറൽ വാലിദ് ബിൻ അലി അൽ റവായിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം.
നിലവിലെ സഹകരണം ശക്തിപ്പെടുത്തുക, വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക, പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നീ കാര്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളും നടന്നു. സിലാൽ സെൻട്രൽ മാർക്കറ്റിലെ വിതരണക്കാരെയും ഉപഭോക്താക്കളെയും പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. പ്രധാന ദേശീയ പദ്ധതികളിലൊന്നാണ് സിലാൽ സെൻട്രൽ മാർക്കറ്റ്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ഖസായിൻ ഇക്കോണമിക് സിറ്റിയുടെ പങ്ക് എടുത്തുകാട്ടുന്നതാണ് പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിപണനം, കയറ്റുമതി, ഇറക്കുമതി, പുനർകയറ്റുമതി എന്നിവയ്ക്കുള്ള പ്രധാന പ്ലാറ്റ്ഫോമായി മാർക്കറ്റ് പ്രവർത്തിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ നിന്നും കർഷകരിൽ നിന്നുമുള്ള പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രമായും മാർക്കറ്റ് മാറും. തുറന്ന ദിവസം ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 600ഓളം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും 68 ട്രക്കുകൾ ഒരൊറ്റ പരിശോധനാ പ്ലാറ്റ്ഫോം വഴി മാർക്കറ്റിലെത്തി. വടക്കൻ ഷർക്കിയയിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു. ബിദ്ബിദിലെ ഷർക്കിയ എക്സ്പ്രസ് വേയിലേക്കുള്ള പാലത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ദാരുണമായ സംഭവം നടന്നത്. ഇന്ധന ടാങ്കർ മറിഞ്ഞതിനെ തുടർന്ന് തീപിടിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ അംഗങ്ങൾ എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടത്തിൽപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്നതിനെക്കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലേക്കുള്ള റോഡിൽ ഗതാഗതം കുറച്ചുനേരം തടസ്സപ്പെട്ടു. പിന്നീട് അധികൃതരെത്തി ഈ പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തെക്കൻ ബാത്തിനയിലെ ഇന്ധന സ്റ്റേഷനുകളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അധികൃതർ രംഗത്ത്. സ്റ്റേഷനുകൾ മതിയായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും എല്ലാ ചട്ടങ്ങളും ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുകയായിരുന്നു ഗവർണറേറ്റിലുടനീളം നടത്തിയ പരിശോധനയിലൂടെ അധികൃതർ ലക്ഷ്യമിട്ടത്. ഇന്ധന ചില്ലറ വിൽപ്പന മേഖലയിലെ സേവന വ്യവസ്ഥകളിലും പ്രവർത്തന രീതികളിലും ഉയർന്ന നിലവാരം പുലർത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സോഹറിലെ വാണിജ്യ സ്റ്റോറുകളിൽ നിന്നും മോഷണം നടത്തിയ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ രാജ്യക്കാരനായ പ്രതിയെ വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത്. സോഹർ നഗരത്തിലെ 3 വാണിജ്യ സ്റ്റോറുകളിൽ നിന്നാണ് പ്രതി പണവും സാധനങ്ങളും മോഷ്ടിച്ചിരുന്നത്. അറസ്റ്റിലായ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ കനത്ത ചൂടിന് ഒരൽപ്പം കുറവായി ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കൻ ഷർക്കിയ, ദാഹിറ, ദാഖ്ലിയ, ബുറൈമി ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചത്. നിസ്വ, ബുറൈമി, ബഹ്ല എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ പെയ്തത്. ഉച്ചയ്ക്ക് ശേഷം പതിയെ തുടങ്ങിയ മഴ വൈകിട്ടോടെ കനക്കുകയായിരുന്നു. മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ താപനിലയിൽ പ്രകടമായ മാറ്റം വന്നു. അതേസമയം മസ്കറ്റ് അടക്കമുള്ള രാജ്യത്തെ മറ്റ് ഗവർണറേറ്റുകളിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്.